കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് മണ്ണും മനസ്സും മൂടിക്കെട്ടിയ ദുഃഖവുമായി ഒരു ജനതയാകെ തരിച്ചു നിന്നത്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേർക്ക് ജീവനും ജീവിതവും നഷ്ടമായിട്ട് ഇന്നേക്ക് ഒരാണ്ട്. സംഭവത്തിന്റെ തലേന്ന് കനത്ത മഴയായിരുന്നു. പതിവില്ലാത്ത വിധം മൂടിക്കെട്ടിയ അന്തരീക്ഷം. സമീപത്തൊഴുകുന്ന പുഴയിലൂടെ ചെളി കലങ്ങിയ വെള്ളം വന്നപ്പോഴേ ഉരുൾപൊട്ടിയതാണെന്ന് സംശയിച്ചിരുന്നു. എങ്കിലും കേരളം കണ്ട ഇത്ര വലിയ ദുരന്തത്തിനുള്ള മുന്നോടിയാകുമെന്ന് ഒരിക്കലും ആരും കരുതിയിരുന്നില്ല. വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുലർച്ചെ ഒന്നിലധികം തവണ ഉരുൾപൊട്ടലുണ്ടായി. ഒരു നാടിൻ്റെ ആകെ ചിത്രവും ചരിത്രവും മാറ്റിയെഴുതിയ പ്രകൃതി. അതിജീവിച്ചവർ പറയുന്ന തീരാനോവിൻ്റെ കഥകളായി വെള്ളാർമല ജീവിച്ച സ്കൂളും ജീവിതവും വാർത്തകളിലും ജനമനസ്സുകളിലും തീരാനോവായി അവശേഷിക്കുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങളും ദുരന്തബാധിതർക്കു വേണ്ട അടിയന്തര ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുമായി ഇന്നും വാർത്തകളിൽ മേപ്പാടി നിറഞ്ഞു നിൽക്കുന്നു. ദുരന്തബാധിതർക്കു വേണ്ടത് വേണ്ട സമയത്തു തന്നെ ചെയ്തു കൊടുക്കാൻ, പരാതികളില്ലാതെ അവരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രവർത്തികൾ ത്വരിതഗതിയിലാക്കേണ്ടത് അനിവാര്യമാണ്. കേരള പ്രണാമം ന്യൂസ്, വയനാട്.